10 മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം തീർക്കാമെന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവാണ്. ഇന്ന് ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കണ ഇന്നിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കണ വിഷയം ഒന്ന് കണ്ടോക്കാണി. എന്നിട്ട് 2 വാക്ക്. ഞാൻ തന്നെ ഒരു കമ്മീഷൻ വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് കണ്ടില്ലേ, ഈ കാണുന്നത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അന്ന് പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന VD സതീശൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇന്നൊക്കെ ഇപ്പോൾ എന്താണ് സ്ഥാനത്ത് കയറിയിട്ട് എത്രയായി നോക്കിയാൽ കാണും, 5-6 ദിവസം ആയനായി, ഒരാഴ്ച ആകാനായി. എന്തുകൊണ്ട് തീർക്കാൻ കഴിയുന്നില്ല? ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ജനങ്ങളെ എന്താണ് വീരവാദം മുഴക്കിയിട്ട് കാണിച്ചു കൊടുക്കണം. 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട കാര്യം ഇന്നൊക്കെ ഒരാഴ്ചയുടെ മുകളിലായി. ഒരാഴ്ചയിൽ ഈ 5 വർഷം കഴിഞ്ഞാൽ തീരുമെന്നുള്ളൊന്ന് കഴിയൂല. ഒന്ന് നോക്കി, ജനങ്ങളെ കയ്യിൽ നിന്ന് വോട്ട് കിട്ടാൻ 10-600 കുടുംബങ്ങളുണ്ട്. 600 കുടുംബങ്ങളിൽ നിന്ന് വോട്ട് കിട്ടുകയാണെങ്കിൽ എത്രങ്ങാനും വോട്ട് വരും? നോണ പറഞ്ഞുകൊണ്ട് മാത്രം വോട്ട് നേടി വിജയിച്ചു വന്നിട്ട് ഭരണം നടത്താനുള്ള രീതിയിലാണെങ്കിൽ തെരുവിൽ തന്നെ നേരിടും. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട് ഈ പറഞ്ഞ ആളുകൾ. ഇത് ഓരോന്നായിട്ട് കൃത്യമായിട്ട് ആളുകളെ ഇടയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്. ആ മുഖ്യമന്ത്രി ഇത് നടപ്പിലാക്കില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലുണ്ടാവും. അതിലുള്ള പ്രതിഷേധമായിട്ടുള്ളത്. വോട്ട് കിട്ടിയോണ്ട് മാത്രമല്ല, ഭരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതായിരിക്കും ഇച്ഛാശക്തിയുള്ള എന്താണ് ഗവൺമെൻറ്. ഈ ഇരട്ടച്ചങ്കെന്ന് പറയുന്നത് ഞാൻ ആണെന്നുള്ള രീതിയിലല്ല, അത് ജനങ്ങൾ പറയണം. അതാണ് പിണറായിക്ക് ഇരട്ടച്ചങ്കൻ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെ ഇക്കാരം. ഓക്കെ, എങ്ങനെ നിങ്ങൾ ചോദിക്കും? പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. UDF അത്യുജ്വലമായ വിജയം നേടിയിരിക്കുകയാണ്. UDFിൻ്റെ ഈ തിളങ്ങുന്ന വിജയം മുനമ്പംകാരിൽ വലിയ ആഹ്ലാദമാണ് ഉളവാക്കിയിരിക്കുന്നത്. കാരണം മുനമ്പം ഭൂമി വഖഫല്ല എന്ന് അസന്നിഗ്ധമായി പലവരും പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വിജയം UDF കൈക്കലാക്കിയിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ട്, സർക്കാർ മനസ്സ് വെച്ചാൽ എന്ന് കൃത്യമായി പറഞ്ഞത് ശ്രീ VD സതീശൻ. അതിനുള്ള കാര്യകാരണ സഹിതമാണ് അദ്ദേഹം അത് മുഖ്യധാര മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കൊച്ചി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എറണാകുളം DCC പ്രസിഡൻ്റായിരിക്കുന്ന കൊച്ചിയിലെ സ്ഥാനാർത്ഥിയുമായിരിക്കുന്ന ശ്രീ മുഹമ്മദ് ഷിയാസ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത് UDF മാത്രമാണ്. ഇതാ സുവർണ അവസരം വന്നിരിക്കുകയാണ്. ആദ്യത്തെ നിങ്ങളുടെ UDF സർക്കാരിൻ്റെ ആദ്യത്തെ 10 മിനിറ്റുകൾ മുനമ്പത്തിനു വേണ്ടി മാറ്റിവയ്ക്കുക. റവന്യൂ വകുപ്പ് ചെയ്ത വലിയൊരു അപരാധം, വഖഫ് ബോർഡിൻ്റെ അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങളെ ഏറ്റെടുത്ത് 610 കുടുംബങ്ങളെ കഴിഞ്ഞ 5 വർഷങ്ങളായി റവന്യൂ തടങ്കിലാക്കിയിരിക്കുന്ന വലിയ അബദ്ധം. അത് ഉടൻ തന്നെ UDF സർക്കാർ പിൻവലിക്കുക. 10 മിനിറ്റ് ദയവ് ചെയ്ത് 10 മിനിറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഉപയോഗിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ VD സതീശൻ്റെ വിവിധങ്ങളായ പ്രസ്താവനകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. പാണക്കാടത്തെ ഉമറലി തങ്ങൾ, പാണക്കാടത്തെ റഷീദ് അലി തങ്ങൾ, അവരാരും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇവരെ ഒഴിപ്പിക്കാനോ ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് വഖഫിന്റെ ചെയർമാൻമാരായിരുന്ന പാണക്കാട് ഉമറലി തങ്ങളും പാണക്കാട് റഷീദ് അലി തങ്ങളും പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ഈ കാശും മേടിച്ച് ഇത് ഈ വഖഫ് നിയമത്തിന് വിരുദ്ധമായി ചെയ്ത കാര്യം വഖഫാണെന്ന് പറയുന്നത് ഇസ്ലാമിനെ യോജിച്ചല്ല എന്നാണ് അവരുടെ നിലപാട്. നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഒരേ നിലപാടാണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്. ഗവൺമെന്റ് അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു, കമ്മീഷനെല്ലാം നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ സമയപരിധി ചുരുക്കി എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയും. 2 സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളുടെ നിലപാടെന്താ? മുനമ്പം വിഷയത്തിൽ
മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി കോൺഗ്രസിന്റെ നിലപാട്.